ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ എന്തായാലും 2025 വിട പറഞ്ഞ് 2026 കടന്നു വന്നു അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് ശരിക്കും കാണിക്കുന്നത് കേട്ടോ. ഈ വർഷത്തെ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ ഇടാൻ വൈകിട്ടാണല്ലോ, 1-2 വീഡിയോ അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞിട്ട് പുതുവർഷം തുടക്കത്തിൽ എടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഒരു 2025 കഴിഞ്ഞു പോയപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എനിക്കും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലുപരി സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോഴേ പ്രിയപ്പെട്ട എത്രയോ കാര്യങ്ങൾ നടന്നു അല്ലേ? കുഞ്ഞു കുഞ്ഞു എന്താ പറയുക ആഗ്രഹങ്ങൾ സാധിച്ചു, എത്രയോ മനുഷ്യരെ കണ്ടുമുട്ടി, എത്രയോ ആൾക്കാർ നമ്മളെ ചേർത്ത് നിർത്തി, അങ്ങനെ കുറേ കാര്യങ്ങൾ, പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടായി. പിന്നെ എന്താ പറയുക, ഇനിയും ഇതുപോലെ തന്നെ കടന്നു വരാനിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മളെ ഈ ഒരു ജീവിതത്തിലല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അല്ലേ, നമ്മൾ ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ണിയപ്പം അതേപോലെ പഴംപൊരിയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളാക്കിയിട്ട് ഒക്കെ വൃത്തിക്ക് റെഡിയാക്കിയതിന് ശേഷം അതങ്ങോട്ട് കൊടുത്തയക്കാൻ കേട്ടോ. അച്ഛനും ഏട്ടനും കൂടിയാണ് ഒക്കെ പോണത്. അപ്പോൾ എന്തായാലും അത് കൊണ്ടുപോയാൽ അവർക്ക് അവിടെ തുടങ്ങാമല്ലോ. സമയം 2 മണിയൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. 2 മണിക്കെങ്കിലും നമ്മളവിടെ എത്തണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് റെഡിയായി കിട്ടണ്ടേ. ഉണ്ണിയപ്പത്തിനാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സമയമായോ തോന്നുന്നു കേട്ടോ. ചുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമായ മാതിരി തോന്നി. എന്തായാലും പഴംപൊരി ഉണ്ണിയപ്പമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഡിഷ് ഉണ്ടല്ലോ, നമ്മൾ പാലൊക്കെ അരിക്കുന്ന ഡിഷാണ് കേട്ടോ. അത് പിന്നെ പുതിയതാണ്, നമ്മൾ അധികം ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് റബ്ബർ ഉണ്ടായിരുന്ന ഒരു സമയത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ വൃത്തിക്ക് കഴുകി എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്നും കൂടിയും പൊടി തട്ടിയെടുത്ത് അതിലേക്കൊരു പേപ്പറൊക്കെ വിരിച്ച് നമ്മളെ പലഹാരങ്ങളൊക്കെ നിരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് നമ്മൾ വേറെ തിളപ്പിക്കുകയാണ് ചെയ്തത്. സാധാരണ നമ്മൾ പാലും വെള്ളം കൂടിയും വെച്ചിട്ടാണ് നമ്മളെ വീട്ടിൽ ചായ ഉണ്ടാക്കലുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. ഒന്നും കൂടി നല്ല ചായ ആകുമല്ലോ. ചായയും സെപ്പറേറ്റ് ഉണ്ടാക്കി പാല് വേറെ തിളപ്പിച്ചു. എന്നിട്ട് ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് നമ്മളെ പായസം കൊണ്ടുപോകണ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ്, ആ കെറ്റിലാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ചൂട് പോവുകയും ചെയ്യരുത്. ഒരു പാത്രത്തിൽ കട്ടൻ ചായയും അതുപോലെ ഒരു പാത്രത്തിൽ പാൽ ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 2 തരം കടിയാണ് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ഉള്ളിവട നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ചെയ്തിട്ടില്ല കേട്ടോ, അത് ചെയ്യണം. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കാണ് നല്ല തിരക്കുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരുക്കുന്നാൽ ചായ കിട്ടാതിരിക്കണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മളടുത്തുള്ള ഒരു കാക്കാനെ തന്നെയാണ് വണ്ടി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ വണ്ടിയെ കൊണ്ട് ഇവരെയാണ് വിളിച്ചത് കേട്ടോ. മറ്റത് നമ്മൾ വിളിക്കുന്നത് രണ്ടും ചെറിയ വണ്ടികളാണ്. അപ്പോൾ ഇതിലാവുമ്പോൾ ഒറ്റ ട്രിപ്പിൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ട് ഇതാ അതിലേക്ക് സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചു. ഉപ്പിലിട്ടതും പൈനാപ്പിൾ നമ്മൾ പോകാൻ സമയത്ത് അവർ വെള്ളത്തേക്ക് എടുത്തിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ അതും പെട്ടെന്ന് സെറ്റായി കിട്ടുമല്ലോ. മാങ്ങയും പിന്നെ നമ്മൾ മേശ, ഒരു സ്റ്റൂള്, എല്ലാ സംഭവങ്ങളും എന്തൊക്കെ വേണ്ടി വരും അതൊക്കെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ തൊട്ട ബാക്കിലായിട്ട് ഏട്ടനും അങ്ങോട്ട് പോയിട്ടോ. അപ്പം അമ്മ ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊണ്ടുവന്നതാണ്. അച്ഛമ്മ ഇതാക്കണം, അച്ഛമ്മേൻ്റെ ചോറിനെല്ലാം കുളി ഒടിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം അമ്മേൻ്റെയും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ. അപ്പം ഞാനിതാ ഇന്ന് ഫുഡ് കഴിക്കുന്നത് ഏട്ടൻ്റെ പാത്രത്തിലെ ചോറാണ് കേട്ടോ. ഏട്ടനത് പണിക്ക് പോയപ്പോൾ ആക്കി കൊടുത്തതായിരുന്നു. അപ്പോൾ പണിയില്ലാതെ തിരിച്ച് വന്നല്ലോ. അപ്പം അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ആ ഒരു പാത്രത്തിലെ ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ഓർമ്മയൊക്കെയാണ് വരിക. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയ്ക്ക് ഡെയിലി കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അതിൻ്റെ മുകളിൽ കറികളൊക്കെ വെച്ചിട്ട് അത് തുറക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ആ ചോറ് മുഴുവനായിട്ടൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ കഴിയില്ല. അതിൽ നിന്നൊരു 1/4 ഭാഗം എടുത്തിട്ട് ഇതാ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ശരിക്കും അതിൽ തന്നെ വെച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാകണേ അതിലേക്ക് കറിയൊക്കെ ഒഴിക്കുകയാണ്. മത്തനും പരിപ്പ് ഇരുന്നല്ലോ കൂട്ടാം. അപ്പോൾ അത് തുറക്കാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചൂടോടെ ആ പാത്രത്തിലാക്കി അടച്ച് വെച്ചപ്പോൾ ഒരു അമ്പൽ വന്നതാണ് തോന്നുന്നത്. പക്ഷേ എന്താ പറയുക, രാവിലെ തുടങ്ങിയ പണികളല്ലേ, അപ്പോൾ കയ്യിനും കാലിനൊക്കെ ഒരു ബലമില്ലാത്ത പോലെ കേട്ടോ. അപ്പോൾ അമ്മേനോട് ഞാൻ പറയായിരുന്നുള്ള ശക്തിയൊക്കെ കഴിഞ്ഞു തോന്നണം എന്നുള്ളത്. അപ്പോൾ അമ്മയാണ് വേഗം തുറന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ശക്തി ഇപ്പോൾ അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഈ ചോറും പ്ലേറ്റും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ മിക്കവാറും ദിവസം എൻ്റെ തീറ്റ എങ്ങനെയൊക്കെയാവും കേട്ടോ. നടന്നാടൊക്കെ ആവും. ചിലപ്പോൾ ഇരുന്ന് തിന്നാനൊന്നും സമയം ഉണ്ടാവില്ല. രാവിലത്തെ ചായയൊക്കെ ഞാൻ മിക്കവാറും അങ്ങനെ തന്നെ നിന്നിട്ട് അങ്ങോട്ട് കുടിക്കും. അല്ലാതെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാനൊന്നും സമയം ഉണ്ടാവില്ല.
അപ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു, കസേരയിൽ ഇങ്ങനെ ആദ്യം നിന്ന് വന്നിരുന്നു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഒന്ന് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ എന്നിട്ട് നീക്കണുള്ളൂ എന്ന്. പക്ഷേ എങ്കിൽ ഉള്ളിവട നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, കുറച്ചുകൂടി സമയം കഴിയുമ്പോഴേക്കും. അപ്പോൾ ഏട്ടതാക്കണേ അവിടേക്ക് അച്ഛനെ സെറ്റാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനി തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പോയാൽ മതിയല്ലോ. അപ്പോൾ കണ്ണനെ സ്കൂൾ വിട്ട് വന്നാൽ ഓൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ ചോറിനലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുളിക കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുളിക പെട്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ ബോക്സ് ഉണ്ട് കേട്ടോ. അവിടെ അച്ഛനായാലും അമ്മയ്ക്കായാലും അച്ഛമ്മയ്ക്കും ഉണ്ട്. ഇപ്പോൾ ഏട്ടനും ഒരു പെട്ടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഏട്ടന് കുറേ മരുന്നുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ഐറ്റം മരുന്നുള്ളൂ കേട്ടോ. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓരോ ഗുളികകളുള്ളൂ. ആദ്യം ഒരു 9 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞു. അമ്മയ്ക്കും അച്ഛയ്ക്കും ഒന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ. അച്ഛമ്മയ്ക്ക് പിന്നെ പ്രഷർ ഷുഗർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഗുളികകളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ എന്നോട് ഉച്ചയ്ക്ക് കുടിക്കുന്ന ഗുളിക കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ എടുക്കണ സമയത്ത് എന്നോട് ചോദിക്കും കേട്ടോ. അതെന്തായാലും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, അല്ലാതെ അമ്മ കുടിക്കൂല. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു വിശ്വാസമാണ്. അപ്പോൾ അതെങ്ങനെ കുടിക്കേണ്ടത് എന്താ ഏതാന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചോറിനലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സവോളയിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്പി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നു. ഇനിയിപ്പോൾ വീഡിയോ വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ റെഡിയാക്കാൻ നിന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാന്നുള്ളത്. അങ്ങനെ അത് മൊത്തത്തിൽ ഇങ്ങനെ തിരുമ്പി സെറ്റാക്കിയിട്ടാണ് ഞാൻ അവിടെ ചോറുണ്ണാൻ പോയിരുന്നത്. അപ്പോൾ അതിന്നൊരു വെള്ളം ഇറങ്ങാണ്ടല്ലോ, ആ വെള്ളം ഇറങ്ങി വരണം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്താൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അടിയിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മളെ പത്തിരിപ്പൊടി, പിന്നെ കടലമാവ്, അതുപോലെ തന്നെ മൈദപ്പൊടി, പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചതച്ച് ചേർത്തിട്ടുണ്ട്. ചതക്കി വെച്ചാൽ നമ്മൾ ആ ചോപ്പറിലിട്ടിട്ട് ചതച്ചിട്ടോ കുഞ്ഞു അരിഞ്ഞ് കിട്ടുമല്ലോ, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കറിവേപ്പില കുറച്ച് അധികം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കടകളിലൊക്കെ നമുക്ക് എന്താ പറയുക, ഉള്ളിവടയും പരിപ്പുവടയൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, കടയത്തെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടി നമ്മൾ പരിപ്പുവട, ഉള്ളിവട, കൊക്കവടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഴംപൊരിയിൽ ചേർക്കരുത്, ആ ഒരു സമയത്ത് ചേർത്താൽ അടിപൊളി ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ്. അപ്പോൾ അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മൾ ആ ഉള്ളിയിൽ ഇറങ്ങിയിട്ടുള്ള വെള്ളത്തിലാണ് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുത്തത്. അതിനുശേഷം നമ്മളൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിവട എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴച്ച് വെച്ച് കുറേ സമയം ഇരിക്കണമെന്നില്ല, അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. എളുപ്പമുള്ളൊരു കടി തന്നെയാണ്. പക്ഷേ എങ്കിൽ ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ കുടിക്കുന്ന ആ ഒരു പരിപാടി വരലുണ്ട് കേട്ടോ. ഉള്ളിവടയിൽ എല്ലാത്തിലും എണ്ണ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്ന വേവാനും കുറച്ച് പണി ഉള്ളിവടയാണ് തോന്നുന്നുണ്ട്. ഉള്ളിവടയും പരിപ്പുവടയൊക്കെ ഒരു ഇത്തിരി വേവാൻ ടൈമുണ്ട് തോന്നണേ. പഴംപൊരീൻ്റെ പോലെ പെട്ടെന്ന് ഉണ്ടായി കിട്ടൂല. അപ്പോൾ ഞങ്ങൾ അടുപ്പൊക്കെ കെടുത്തി പോയതായിരുന്നു. പിന്നെ അമ്മ താക്കണ ഉള്ളിവടയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും അടുപ്പൊക്കെ കത്തിച്ച് എണ്ണയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നത് വേഗം ഉള്ളിവട പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഉള്ളിവടയ്ക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഏറാതെ ശ്രദ്ധിക്കണം, അപ്പോഴാണ് അടിപൊളി കിട്ടുക. പിന്നെ ഒരുപാട് മാവ് ഇട്ട് കൊടുക്കരുത് കേട്ടോ, ഒരുപാട് അരിപ്പൊടി മാവൊന്നും ഇട്ട് കൊടുക്കരുത്. ഉള്ളി മാവും ഒപ്പാപ്പായിരിക്കണം. അതിങ്ങനെ നമ്മൾ ഉരുട്ടി പിടിക്കുന്ന സമയത്ത് സ്റ്റിക്കായി നിൽക്കാനുള്ളത് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഞാൻ പണ്ടൊക്കെ ഉള്ളിവട ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് മാവ് ചേർത്തിട്ട് അതിന് മാവിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് കിട്ടുക. ഇപ്പോഴാണ് ശരിക്കും ഉള്ളിവട ഉണ്ടാക്കാനൊക്കെ പഠിച്ചത്. അപ്പോൾ അതാക്കണേ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൊണ്ടേ കൊടുത്തു കേട്ടോ. ഏട്ടൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അതും ഒരു ഡിഷിക്ക് ഇങ്ങനെ സെറ്റാക്കിയിട്ട് കൊണ്ടേ കൊടുത്തു. പിന്നെ അതാ നന്ദോസിന് ചായ കൊടുക്കുകയാണ് കേട്ടോ. നന്ദു ഉച്ചയ്ക്കൊന്ന് കിടന്നുറങ്ങിയിരുന്നു. അപ്പോൾ ആരും ഇല്ലെങ്കിൽ ഓൻ അങ്ങനെയാണ് ഉറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ കളിച്ചും തല്ലോടിയൊക്കെ നടക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ഇന്ന് ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഓന് ഉറങ്ങിയൊക്കെ നീച്ചിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങി നീച്ച സമയത്ത് ഇതൊക്കെ കാട്ടി കൊടുത്തപ്പോൾ വലിയൊരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഉണ്ണിയപ്പം മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ ഉണ്ണിയപ്പം ഉള്ളിവടയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പഴംപൊരി പിന്നെ അടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. പഴംപൊരി എന്താണെന്ന് വെച്ചാൽ ഇനിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അവിടുത്തെ പെട്ടെന്ന് തീരും, അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ സമയത്ത് കൊടുക്കാൻ വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും പഴംപൊരിയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കലുള്ളത് കേട്ടോ. 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ആദ്യത്തെ മാവ് കൂട്ടിയത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി മാവ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാവ് കൂട്ടണമെങ്കിൽ നമ്മൾ ആ ചോറ് അരച്ചിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ എന്നോട് പഴംപൊരീൻ്റെ മാവ് ഏതൊക്കെയോ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, നമ്മളെ വീഡിയോയിൽ കമൻറ്റ് കണ്ടു. പക്ഷേങ്കിൽ പഴംപൊരീൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മതി, ദിവ്യാസ് കിച്ചൺ പഴംപൊരി റെസിപ്പി ഒന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ. കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ദാ ഞങ്ങൾ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ദാ നമ്മളെ കണ്ണം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. പരീക്ഷയായിരുന്നല്ലോ, അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനെ കണ്ട പാടെ അനിയൻ വായിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ നന്ദൂനൊരു കാര്യമുണ്ട്, എല്ലാവർക്കും വാരി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറായാലും രാവിലെ ചായ കുടിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഒരാൾക്ക് കൊടുത്ത് കഴിക്കണത് ഭയങ്കര ഇഷ്ടം. അതും ഓരോ കയ്യിലല്ല കേട്ടോ, വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയ്ക്കൊക്കെ വാരി തരലുണ്ട് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞു കൈ കൊണ്ട് കഴിക്കുമ്പോഴും അമ്മക്കൊരു ഇഷ്ടമാണ്, ഒരു സന്തോഷമാണ് പറഞ്ഞില്ലേ. പിന്നെ ഇന്നത്തെ ദിവസം ഞാനിവിടെ വീട്ടിലുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ടീച്ചർ വരുന്നുണ്ട് പറഞ്ഞിരുന്നു കേട്ടോ. നന്ദുവിൻ്റെ ക്ലാസ് ടീച്ചർ വരുന്നുണ്ട്. എല്ലാ കുട്ടികളെ വീട്ടിലും ഇങ്ങനെ വിസിറ്റിങ്ങിനായിട്ട് നടക്കലുണ്ടോല്. അപ്പം ഞാൻ എപ്പോഴും കടയിലാവില്ല. അപ്പോൾ കടയ്ക്ക് 1-2 പ്രാവശ്യം ടീച്ചർ വന്നിട്ടുണ്ട്. പക്ഷേ വീട്ടിലൊന്ന് വരണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് ഉള്ളതുകൊണ്ട് ടീച്ചർ ഇന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു ദിവസമാണ്. ഇന്ന് ചായക്ക് കടിയൊക്കെ കൊടുക്കാനുള്ളൊരു ദിവസമാണ് കേട്ടോ, കൊടുക്കാൻ പറ്റിയൊരു ദിവസമാണ്. മറ്റേ എപ്പോഴും നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ അനുമോളും പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ പിന്നെ ഓക്കും ചായ കൊടുത്തു കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്ന പതിവൊന്നുമില്ല, ഒരിത്തിരി ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ കടി നന്ദു ഓക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛമ്മയും അമ്മയും കൂടി ഇവിടെ ഇരുന്ന് ഇപ്പുറത്തിരുന്ന് തിണ്ടത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ മക്കളപ്പം ഇരുന്നിട്ട് കുറേ കാലമായി ഇങ്ങനെയൊക്കെ ചായ കുടിച്ചിരുന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.